ഇനി നമുക്ക് പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ കഥയായ, അതായത് ഒന്നാമത്തെ തന്ത്രമായ മിത്രഭേദത്തിലെ ആദ്യത്തെ കഥ പറയാം. ഒന്നാമത്തെ കഥ സഞ്ജീവകൻ എന്നാണ് ഹെഡിങ്. ദക്ഷിണാപഥത്തിലെ മഹിളാരോപ്യം എന്ന പട്ടണത്തിൽ ധർമ്മിഷ്ഠനും മഹാധനികനുമായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. വർദ്ധമാനകൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസം അദ്ദേഹം ആലോചിച്ചു, പണം കൊണ്ട് സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ല. ഏത് വിധത്തിലും ഇനിയും പണം സമ്പാദിക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ നിശ്ചയിച്ച് വ്യാപാരം ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കുന്നതിനായി വർദ്ധമാനകൻ ഭൃത്യന്മാരോടൊപ്പം കാളവണ്ടിയിൽ മഥുരാ നഗരത്തിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ ഒരു കാട്ടിൽ വെച്ച് വണ്ടിയുടെ ഭാരക്കൂടുതൽ കൊണ്ടും ചേറ്റിൽ കാല് പൂന്തുകയാലും നുകം പൊട്ടി സഞ്ജീവകൻ എന്ന കാള വീണുപോയി. വർദ്ധമാനകൻ 3 രാപ്പകൽ കാത്തിരുന്നിട്ടും കാള തളർന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റില്ല. അപ്പോൾ അദ്ദേഹം കാളയെ നോക്കാൻ ചില ഭൃത്യന്മാരെ ഏൽപ്പിച്ചു. സഞ്ജീവകൻ ജീവിക്കുകയാണെങ്കിൽ അവനെയും കൊണ്ട് വന്നാൽ മതി, അതല്ല ചാവുകയാണെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം വരിക എന്ന് പറഞ്ഞ് അദ്ദേഹവും മറ്റുള്ള സേവകരും യാത്രയായി. സഞ്ജീവകനെ നോക്കാൻ നിർത്തിയ ഭൃത്യന്മാർ പിറ്റേ ദിവസം തന്നെ അവനെ കാട്ടിലിട്ടേച്ച് വേഗം യാത്ര ചെയ്ത് വർദ്ധമാനകൻ്റെ ഒപ്പം എത്തി. ചത്തുപോയി എന്ന് പറഞ്ഞു. ചത്തുപോയ സഞ്ജീവകനെ ചിതകൂട്ടി ദഹിപ്പിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. വർദ്ധമാനകൻ സങ്കടത്തോടെ മഥുരയിലേക്ക് തിരിച്ചു. എന്നാൽ സഞ്ജീവകൻ ചത്തിരുന്നില്ല. യമുനാ നദിയിൽ നിന്നും വരുന്ന ഇളം കാറ്റേറ്റ് ബോധം വന്ന് അവൻ പതുക്കെ നടന്ന് യമുനാ തീരത്തെത്തി. അവൻ അവിടെ വളർന്നു നിന്നിരുന്ന പുല്ല് തിന്ന് വെള്ളവും കുടിച്ചു. ക്രമേണ തടിച്ചു ശക്തനായി തീർന്നു. ആനയെപ്പോലെ മുക്രയിട്ട് അവൻ നടന്നു. വിധി രക്ഷിക്കാനുറച്ചവനെ കാട്ടിലെറിഞ്ഞാലും അവൻ ജീവിക്കും. വിധി നശിപ്പിക്കാനുറച്ചവനാണെങ്കിലോ വീട്ടിലായിട്ടും കാര്യമൊന്നുമില്ല. അക്കാലത്തൊരു ദിവസം പിങ്കളകൻ എന്നൊരു സിംഹം വെള്ളം കുടിക്കാൻ യമുനാ നദിയുടെ കരയിലെത്തി. പരിചാരകരായി അനേകം മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവൻ സഞ്ജീവകൻ്റെ മുക്രയിടുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ തോന്നിയ പരിഭ്രമം പുറത്തു കാണിക്കാതെ പരിവാരങ്ങളെ വിളിച്ചുകൂട്ടി ഈ സിംഹം ഒരാൽച്ചുവട്ടിൽ പോയിരുന്നു. പിങ്കളകൻ്റെ കൂട്ടത്തിൽ കരടകനെന്നും ദമനകനെന്നും പേരുള്ള 2 കുറുക്കന്മാരുണ്ടായിരുന്നു. അവരിൽ ദമനകൻ സ്വകാര്യമായി കരടകനോട് ചോദിച്ചു, വെള്ളം കുടിക്കാൻ യമുനാ നദിയുടെ കരയിലേക്ക് വന്ന നമ്മുടെ യജമാനൻ ദുഃഖഭാവത്തിൽ ആൽച്ചുവട്ടിൽ കുത്തിയിരിക്കുന്നത് എന്തായിരിക്കും കാരണം? അപ്പോൾ മറ്റേ കുറുക്കൻ കരടകൻ പറഞ്ഞു, അവനവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നവൻ ആ പൂരിയ കുരങ്ങനെ പോലെ നശിക്കും. ദമനകൻ ചോദിച്ചു, എന്താണ് ആ കഥ? അതനുസരിച്ച് കരടകൻ ഒരു കഥ പറഞ്ഞു. രണ്ടാമത്തെ കഥ വരെയാണ്. ആ പൂരിയ കുരങ്ങൻ. ഒരിടത്ത് ധനികനായ ഒരു വ്യാപാരി മരക്കൂട്ടങ്ങളുടെ നടുവിൽ ഒരു അമ്പലം പണിയിക്കാൻ നോക്കി. ഒരു ദിവസം ഒരു കൂട്ടം കുരങ്ങന്മാർ ആശാരിമാരും കൽപ്പണിക്കാരും ഉണ്ണാൻ പോയ സമയത്ത് അവിടെ എത്തിച്ചേർന്നു. ഒരു ആശാരി ഒരു മരം പാതി പിളർപ്പിനിടയിൽ ഒരു മരത്തുണ്ട് തിരികെ വെച്ചിരുന്നു. ഈ മരത്തുണ്ട് ഇങ്ങനെ വെക്കുന്നതിന് ആപ്പ് വയ്ക്കുക എന്നാണ് പറയുക. കൂട്ടത്തിലൊരു കുരങ്ങൻ ആ മരത്തടിമേൽ ചെന്നിരുന്ന് 2 കൈകൊണ്ടും മരത്തുണ്ടു പിടിച്ച് വലിച്ചിളക്കി ഊരിയെടുത്തു. തുണ്ട് ഊരിപ്പോന്നപ്പോൾ പിളർപ്പ് 2 ഒന്നിച്ചു കൂടുകയും വൃഷണങ്ങൾ ചതഞ്ഞ് കുരങ്ങൻ ചത്തുപോവുകയും ചെയ്തു. ബുദ്ധിമാന്മാർ വേണ്ടാത്തതിലൊന്നും ഇടപെടരുത്. അതുകൊണ്ടാണ് അവനവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നവൻ ആ പൂരിയ കുരങ്ങനെ പോലെ നശിക്കും എന്ന് ഈ കുറുക്കൻ പറഞ്ഞത്. കരടകൻ തുടർന്നു, സിംഹം തിന്നു ശേഷിക്കുന്ന ഭക്ഷണം മതിയല്ലോ നമുക്ക് ജീവിക്കാൻ. ദമനകന അത് രസിച്ചില്ല. വെറുതെ വയറു നിറയ്ക്കുക മാത്രം ചെയ്താൽ പോരാ. ഒരുവനെ ആശ്രയിച്ച് വളരെ പേർ കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതമാണ് ധന്യം. സ്വല്പമെന്തെങ്കിലും നേടിയാൽ സന്തുഷ്ടനാകുന്നവനാകണം ഹീനപുരുഷൻ. എന്നാൽ
തൻ്റെ കുലത്തിന് മുഴുവനായി നന്മ വരുത്തി ശോഭിക്കാത്തവൻ ജനിച്ചിട്ടെന്തു ഫലം? ഇത് കേട്ട് കരടകൻ പറഞ്ഞു, ശരിയാണ്. എന്നാൽ രാജസന്നിധിയിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത നമ്മൾ ചോദിക്കാതെ വല്ലതിനും പുറപ്പെട്ടാൽ പരിഹാസപാത്രങ്ങളാവുകയേ ഉള്ളൂ. ഫലമുണ്ടാവുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ വാക്കുകൾ പ്രയോഗിക്കാവൂ. ദമനകൻ ഈ വാദം സമ്മതമായില്ല. പഠിപ്പില്ലാത്തവനോ തറവാടിത്തമില്ലാത്തവനോ ആണെങ്കിലും എപ്പോഴും കൂടെ നിൽക്കുന്നവനെ രാജാവ് ഇഷ്ടപ്പെടും. ബുദ്ധിയുള്ളവന് രാജാവിനെ ആശ്രയിച്ച് ഉയർന്ന സ്ഥാനത്തെത്താം. അപ്പോൾ കരടകൻ എന്ന കുറുക്കൻ ചോദിച്ചു, നീ ഇപ്പോൾ എന്തു ചെയ്യാനാണ് ഭാവം? ദമനകൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ഭയപ്പെടാനുള്ള കാരണം ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കാം. നമ്മുടെ യജമാനൻ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? കരടകൻ ചോദിച്ചു. മുഖഭാവം, ചേഷ്ടകൾ, വാക്കുകൾ എന്നിവയിൽ നിന്ന് തുറന്നു പറയാതെ തന്നെ മനസ്സിലുള്ളത് അറിയാൻ കഴിയും. ദമനകൻ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് മന്ത്രിപദം നേടിയെടുക്കും. കരടകൻ ചോദിച്ചു, രാജസേവ അറിഞ്ഞുകൂടാത്ത നീ എങ്ങനെയാണ് രാജാവിൻ്റെ സ്നേഹം സമ്പാദിക്കുക? ദമനകൻ ഉത്തരം പറഞ്ഞു, കുട്ടിക്കാലത്ത് മുതിർന്നവർ നീതിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു പഠിച്ചിട്ടുണ്ട്. ശൂരനും വിദ്വാനും രാജസേവ അറിയുന്നവനുമാണ് ഭൂമിയുടെ സമ്പത്ത് അനുഭവിക്കുന്നത്. വിശന്ന് പൊരിഞ്ഞാലും കൊള്ളരുതാത്തവനെ ചെന്ന് ആശ്രയിക്കരുത്. രാജമാതാവ്, രാജപത്നി, രാജകുമാരൻ, മുഖ്യമന്ത്രി, പുരോഹിതൻ, ദ്വാരപാലകൻ എന്നിവരെ രാജാവിനെ പോലെ ബഹുമാനിക്കണം. രാജാവ് സമ്മാനിച്ച വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് രാജസന്നിധിയിൽ ചെല്ലണം. അന്തഃപുരത്തിലെ ഭൃത്യരോടും രാജപത്നിമാരോടും രഹസ്യമായി സംസാരിക്കരുത്. ചൂതുകളി, മദ്യപാനം, പരസ്ത്രീ സേവ ഇതൊന്നും പാടില്ല. മര്യാദയുടെ അതിർത്തി വിട്ട് പെരുമാറരുത്. എതിർത്ത് പറയരുത്. ഇങ്ങനെ ശ്രദ്ധാപൂർവം നടക്കുന്നവനെ രാജാവ് ഇഷ്ടപ്പെടും. ഇതെല്ലാം കേട്ട് കരടകൻ ചോദിച്ചു, നീ ഇപ്പോൾ അവിടെ പോയിട്ട് എന്തു പറയും? ദമനകൻ മറുപടി പറഞ്ഞു, ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കുണ്ടാവുന്നു, മറുപടിക്ക് മറുപടിയും ഉണ്ടാവുന്നു. ഞാൻ സമയം നോക്കി അല്ലാതെ ഒന്നും പറയുകയില്ല. കരടകൻ ഉപദേശിച്ചു, രാജാവിന് അനിഷ്ടമായി ചെറിയൊരു കാര്യം ചെയ്താൽ മതി. എത്ര പ്രിയപ്പെട്ടവനായാലും പാറ്റ തീയിലെന്ന പോലെ ദഹിച്ചു പോവും. ദമനകൻ പറഞ്ഞു, ശരി തന്നെ. എന്നാൽ രാജാവിൻ്റെ ഭാവം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവന് അദ്ദേഹം ആകൃഷ്ടനായി തീരുന്നു. കരടകൻ നെടുവീർപ്പോടെ പറഞ്ഞു, ഇഷ്ടം പോലെ ചെയ്യുക, നല്ലത് വരട്ടെ. ദമനകൻ പിങ്കളൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ദമനകൻ വരുന്നത് കണ്ടപ്പോൾ പിങ്കളകൻ എന്ന സിംഹം അവനെ പീഠം നൽകി ഇരുത്തി കുശലൻ ചോദിച്ചു, എന്താണ് നീ ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചു. ദമനകൻ സവിനയം ഉത്തരം പറഞ്ഞു, അങ്ങ് ഈയിടെയായി ഞങ്ങളെ തീരെ ഗൗനിക്കുന്നില്ലല്ലോ. എന്നാൽ ഞങ്ങൾ പരമ്പരയായിട്ട് അങ്ങയുടെ ഭൃത്യരാണ്. ഏതാപത്തിലും ഒപ്പവും ഉണ്ട്. എന്നിട്ടും ഒരധികാരവും ലഭിക്കുന്നില്ല. ഭൃത്യരെയും ആഭരണങ്ങളെയും യോഗ്യമായ സ്ഥാനങ്ങളിൽ വേണം വയ്ക്കാൻ. തലയിൽ അണിയേണ്ട ചൂടാമണി കാലിൽ കെട്ടരുത്. നല്ല ഭൃത്യരെ കൂടാത്ത രാജാവിന് ശോഭയില്ല. കാര്യകുശലരും സദ്കുലജാതരും ശൂരരും ബലവാന്മാരും രാജഭക്തരുമായ ഭൃത്യരെ രാജാവ് നിയമിക്കണം. ഞാൻ വെറുമൊരു കുറുക്കനാണെന്ന് കരുതി അങ്ങനെ അവഗണിക്കരുത്. ഗുണവാന്മാർക്ക് സ്വന്തം ഗുണങ്ങളെ കൊണ്ടാണ് യോഗ്യത, ജന്മം കൊണ്ടല്ല. ഭക്തനും ശക്തനുമായ എന്നെ അങ്ങ് അവഗണിക്കരുത്. ഇതെല്ലാം കേട്ടപ്പോൾ പിങ്കളകൻ പറഞ്ഞു, ശരി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ദമനകൻ ഉത്തരം പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് സഭാമധ്യത്തിൽ വെച്ച് പറയാൻ പാടില്ല. 4 ചെവികൾക്ക്, അതായത് 2 പേർക്ക് മാത്രമുള്ളതിനെയാണ് രഹസ്യം എന്ന് പറയുന്നത്. പിങ്കളകൻ്റെ നിർദ്ദേശപ്രകാരം നരി, പുലി, ചെന്നായ മുതലായ മൃഗങ്ങളെല്ലാം പുറത്തുപോയി. അതിനുശേഷം ഈ കുറുക്കൻ ദമനകൻ ചോദിച്ചു, അങ്ങ് വെള്ളം കുടിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത് എന്തേ? പിങ്കളകൻ ആദ്യം ഒന്നും മടിച്ചു. അപ്പോൾ ദമനകൻ പറഞ്ഞു, പുറത്തു പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ചുകൂടല്ലോ. ഇത് കേട്ടപ്പോൾ പിങ്കളകൻ വിചാരിച്ചു, ഇവൻ യോഗ്യനാണെന്ന് തോന്നുന്നു. ഗുണവാനായ ഭൃത്യനോട് ദുഃഖങ്ങൾ അറിയിച്ചാൽ ആശ്വാസമുണ്ടാവും. ഇങ്ങനെ ആലോചിച്ച് അവൻ നെടുവീർപ്പിട്ടു. ഈ കാട്ടിൽ നിന്ന് പോകാനാണ് ദമനക എനിക്ക് മോഹം. നമ്മുടെ കാട്ടിൽ ഏതോ ഒരു അസാധാരണ സത്വം വന്നുകൂടിയിരിക്കുന്നു. ദൂരെ നിന്ന് കേൾക്കുന്ന വലിയ ശബ്ദം അതിൻ്റേതാണ്. ദമനകൻ പറഞ്ഞു,
എന്തോ ഒരു ശബ്ദം കേട്ട് പേടിച്ച് പൂർവികർ സമ്പാദിച്ചു തന്ന ഈ കാട് വിട്ടുപോകുന്നത് ശരിയല്ല. ധീരനായ രാജാവ് എത്ര ഭയങ്കരനായ ശത്രുവിനെയും ഭയപ്പെടുകയില്ല. വിധി ഭീരുക്കളെ മാത്രമേ തളർത്തുകയുള്ളൂ. ധീരന്മാരെ തളർത്താൻ കഴിയില്ല. ശബ്ദം കേട്ട് ധാരാളം മാംസം കിട്ടുമെന്ന് കരുതി അകത്തു കടന്നു നോക്കിയപ്പോൾ വെറും മരവും തോലും മാത്രം കണ്ട കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ? പിങ്കളകൻ ചോദിച്ചു. ഇല്ല, അതെന്ത് കഥ? പിങ്കളകൻ്റെ ചോദ്യത്തിനുത്തരമായി ഈ ദമനകൻ വീണ്ടും ഒരു കഥ പറഞ്ഞു. അതാണ് മൂന്നാമത്തെ കഥ. അതടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറയാം. ഓക്കെ.